ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ട. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആട് 3ൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആട് 1ഉം 2ഉം കഴിഞ്ഞതിന് ശേഷം ആട് 3ൻ്റെ ട്രെയിലർ വരുമ്പോൾ ഡെഫിനറ്റ്ലി സിനിമാ പ്രേമികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുന്ന സമയത്ത് അതും ഒരു സൺഡേ രാവിലെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ കേരളത്തിലാണ്, നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലാണ്. ഞാനിവിടെ വളരെ സന്തോഷമായിട്ട് ആട് 3ൻ്റെ ട്രെയിലർ കണ്ട് അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിലും എസ്പെഷ്യലി GCC കൺട്രീസിലൊക്കെ ആശങ്കയുടെ അത്രയും മുൾമുനയിലാണ്. എന്താണ് അവസ്ഥ, നാളെ എന്താണ് അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് എന്നുള്ളത് പോലും അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. US ഇസ്രായേൽ ആൻഡ് അഗെയിൻസ്റ്റ് ഇറാൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ന്യൂസാണ് പല ഭാഗത്തുനിന്നും നമ്മൾ കേൾക്കുന്നത്, ന്യൂസിലൂടെയൊക്കെ കേൾക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ന്യൂസ് ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മുന്നിൽ സ്ക്രീനിലും എല്ലാത്തിലും കാണുന്നത് വളരെ അശുഭകരമായിട്ടുള്ള ന്യൂസുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു വയ്ക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ന്യൂസ് ചാനൽസിന് മാത്രമേ പ്രശ്നമുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. സത്യമാണെങ്കിൽ വളരെ സന്തോഷമുള്ളൂ, വളരെ മനസ്സിന് വളരെ സമാധാനം തോന്നുന്ന രീതിയിലാണ് അവർ വാക്കുകൾ അവിടുന്ന് പറയുന്നത്. 15 വർഷം ഞാൻ നിന്ന രാജ്യമാണ് UAE. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഓരോരുത്തരെയും ഞാൻ ഓർത്തെടുത്ത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ഇവിടെ എല്ലാം ഓക്കെ ആണെന്നുള്ളത്. എനിക്കറിയാം ആ രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മീഡിയ നിയന്ത്രണമുള്ള രാജ്യങ്ങളാണ്. ഒരു കാര്യങ്ങളും അവർക്കൊന്നും പുറത്തേക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ നമ്മളൊരു കാരണവശാലും സത്യമായിട്ടുള്ള സംഗതികൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും പ്രതീക്ഷ ഇത് മാത്രമാണ്. ന്യൂസിൽ കാണുന്നു അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, നമ്മുടെ ഫെയർമോണ്ട് അതുപോലുള്ള പല ഹോട്ടൽസിലും എയർപോർട്ട് ദുബായ് അബുദാബി അല്ലെങ്കിൽ മറ്റുള്ള GCC രാജ്യങ്ങൾ ബഹ്റൈൻ എല്ലാ സ്ഥലത്തും പലതും സംഭവിച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ ഒന്നുമില്ലാന്ന് കേൾക്കുന്ന സമയത്തൊരു ആശ്വാസം. അത് തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സീരിയസ് ആയിട്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഇതിൻ്റെ ഡാമേജ് അനുഭവിക്കുന്നത് കുട്ടികളാണ്, നിരപരാധിയായിട്ടുള്ള മനുഷ്യരാണ്, സ്ത്രീകളാണ്, ഇതിലൊന്നും ഭാഗഭാക്കല്ലാത്ത ആൾക്കാരാണ്. ഇതിൻ്റെ ആ ഒരു എഫക്ട്സ് കംപ്ലീറ്റ് ആഫ്റ്റർ എഫക്ട്സ് വാർ വന്നു കഴിഞ്ഞാൽ ഉള്ള എഫക്ട്സ് അനുഭവിക്കുന്നത്. തൊടുത്തുവിട്ട ട്രംപിനോ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും വിഷയങ്ങളുണ്ടായിരിക്കില്ല. പക്ഷേ ഒന്നും അറിയാതെ രാവിലെ എണീറ്റ് അവനവൻ്റെ ഡെയിലി കാര്യങ്ങൾ നോക്കി പഠനമായിട്ട് മുന്നോട്ട് കളിച്ചിരി പഠനമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ മരണവാർത്ത കേൾക്കുന്ന സമയത്ത്, കുട്ടികൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ മൊത്തയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ അത്രയും സങ്കടം തോന്നുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികളെ പോലെ കളിച്ച് ചിരിച്ച് എന്തോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എന്നും രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുള്ള മക്കളാണ് ഇതുപോലെ ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്നൊക്കെ അവസാനിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വളരെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു മൂഡ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അവരും സേഫായിട്ടിരിക്കട്ടെ, എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. മറ്റുള്ള വിദ്വേഷങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, മതമാണെങ്കിലും രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അടിപിടി കൂടുന്നതിനും അതിനെക്കുറിച്ച് ചിന്തിച്ച് അടിപിടിയല്ല വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലും ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് മറ്റുള്ളവൻ്റെ വീട്ടിലുണ്ടാകുന്ന അതേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അത്രമാത്രം. ഓക്കെ, അപ്പോൾ സോറി, ക്ഷമിക്കണം. ട്രെയിലർ ഞാനതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഒരു മൂഡിലേക്ക് വരണം, ഡെഫിനറ്റ്ലി വരാതെ വയ്യ. എന്തായാലും ആട് 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമ്മളിങ്ങനെ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. കാരണം അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരുമല്ലോ എന്ന് വരുത്തണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷെ എന്നാലും യെസ്, ശ്വാസമൊക്കെ വലിച്ച് കമ്മിങ് ബാക്ക് ടു നോർമൽ. ആട് 3ൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. സീരിയസ് ആയിട്ട് അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സും, ഷാജിയേട്ടൻ മാത്രം, ഷാജിയേട്ടനാണെങ്കിൽ അറക്കില അബു ആണെന്നുണ്ടെങ്കിലും മറ്റേ ഫാൻറ്റം മറ്റേ പൈലി ആരാണെന്നുണ്ടെങ്കിലും അതിൽ എന്താ പറയുക, സോമൻ, ഏതൊക്കെ ക്യാരക്ടർ, ഷർബത്ത്, ഷമീർ, പറയാതിരിക്കാൻ വയ്യ. 1ഉം 2ഉം ഇത്ര അധികം മനസ്സ് തങ്ങി നിൽക്കുന്ന ഒരു സിനിമ, 2 സിനിമകൾ വേറില്ല. അപ്പോൾ അതിൽ ആട് 3 എങ്ങനെയുണ്ട് നോക്കാം. ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ട്രെയിലറിലേക്ക് പോവാം, കാണാം. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്ന്
ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്ര. മൈസൂർ റോക്കറ്റ്. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. Mark my words, this bridge is going to change our fortunes. ജയ് ബാബു. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പയിന് കൊല്ലാം. മതിയോ? അത് മതി. ഇനിയും അയ്യോ 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 രക്ഷയില്ല. ഒന്നും കൂടി അത് കാണട്ടെ ഞാൻ കേട്ടോ പ്ലീസ്. അയ്യോ അത് ഭയങ്കര അപ്രതീക്ഷിതമായി പോയി. ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പയിന് കൊല്ലാം. മതിയോ? അത് മതി. ഇനിയും പിടി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചിഗുലേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 3 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കണം. മൂത്തവൻ ഓൾറെഡി അങ്ങനെ വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? ബ്ലഡി ഗ്രാമവാസീസ്. സമീർ എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. ഓ മൈ ഗോഡ് കം ടു ഡാഡി. എന്താ കോസ്റ്റ്യൂം എജ്ജാതി. ലാസ്റ്റ് റൈഡ് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ചിരിച്ച് കണ്ണിൽ വെള്ളം വന്നു കേട്ടോ. എനിക്കെന്താണെന്ന് വെച്ചാൽ എക്സ്പ്രഷൻ നമ്മളിത് പ്രതീക്ഷിക്കില്ലല്ലോ. അച്ഛാ എന്താന്ന് സത്യം പറഞ്ഞത് എന്താ പരിപാടി എന്നുള്ളത് എനിക്കിപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. ഇതിൻ്റെ പുറകിൽ ഇനി എന്താ കഥയുടെ സ്റ്റോറി ലൈൻ എന്താ ഇതിൻ്റെ ഡീകോഡോ പരിപാടിയോ സംഭവം എന്നറിയില്ല. സാധാരണക്കാരെന്നുള്ള കണ്ടീഷനിൽ ആ വിളക്ക് തലയ്ക്ക് വീണപ്പോൾ തന്നെ എൻ്റെ ഇത് പോയി. യെസ് ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ട് തോന്നുന്നു. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ആ ഇതിനനുസരിച്ചുള്ള ബീറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണട്ടെ. അതായത് ഫസ്റ്റ് ടൈം ഒന്ന് കണ്ടതിൻ്റെ ആ ഒരു സീരിയസ് ആയിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആട് 3 വരുമ്പോൾ ആട് 1 ആട് 2ൻ്റെ അതേ ഒരു നിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നെക്സ്റ്റ് റേഞ്ചിലേക്ക് നിലനിർത്തും എന്ന് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. സീരിയസ് ആയിട്ട് ഒന്നുകൂടി കാണട്ടെ. നിങ്ങളും കാണുന്നു കൂടി.